ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞില്ല എല്ലാവർക്കും അറിയാം. അതായത് സസ്പെൻസുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം മറ്റേ ക്യാരക്ടർ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിരുന്നു. അതിനെല്ലാം അവസാനിച്ചു. അപ്പോൾ നാലാമനായിട്ടൊരു പോസ്റ്റർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതായത് ഹിന്ദി അതുപോലെ തന്നെ തെലുങ്കിലും തമിഴിലൊക്കെ മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ള അഭിമന്യു സിംഗാണ് ബാലരാജ് എന്ന് പറയുന്ന കഥാപാത്രമായി വരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പക്ഷേ എബ്രാം ഖുറേഷി എബ്രാഹിമിൻ്റെ ഒരിക്കലും വില്ലനായി വരില്ല. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആളുടെ വില്ലനായിട്ടാവും വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഇത് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിലെ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സായിദ് മൈസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കഥാപാത്രമായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം. ധീരൻ അതുപോലെ തന്നെ തലവൻ തുടങ്ങിയ ചിത്രത്തിലൊക്കെ വില്ലനായി വന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു നടൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വരുമ്പോൾ പ്രതീക്ഷകളേറെ തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇദ്ദേഹം നമ്മുടെ എബ്രാം ഖുറേഷിക്ക് എത്തിയ വില്ലനാണോ അതോ സ്റ്റീഫൻ നെടുമ്പള്ളിക്കാണോ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ ബൈ.